മണിക്കൂർ കളിച്ചിട്ട് കിട്ടിയതാണ്. 5 രൂപ തികയില്ല. ഞാനോ ഇത്തിരി വെള്ളം കൊണ്ട. ഒരു ഉത്സവോ പെരുന്നാളോ ഇല്ലാത്ത നശിച്ച സ്ഥലം. ജാനു പാത്ത നീട്ടുമ്പോഴേക്ക് മാന്യന്മാർ പലരും തിരിഞ്ഞു നടന്നു കളഞ്ഞു. ലോകപ്രസിദ്ധിയാർജിച്ച ഗ്രാൻഡ് മലബാർ സർക്കസ് 200ഓളം യുവാക്കളുടെ കണ്ണൻ തെറ്റിക്കുന്ന കായിക പ്രകടനം, 100ഓളം വന്യമൃഗങ്ങൾ. ഗ്രാൻഡ് മലബാർ സർക്കസ് ഈ മഹാനഗരത്തിലെ നിവാസികൾക്ക് ഒരു അപൂർവ അവസരം. ഗ്രാൻഡ് മലബാർ സർക്കസ്, ഗ്രാൻഡ് മലബാർ സർക്കസ്, ഗ്രാൻഡ് മലബാർ സർക്കസ്, ഗ്രാൻഡ് മലബാർ സർക്കസ്, ഗ്രാൻഡ് മലബാർ സർക്കസ്. നോക്കുന്നുണ്ടാ, ഒരു മാസത്തെ വാടക കൊടുത്തു പോയില്ലേ? ആ നേരം നോക്കി തന്നെ വേണം അവരുടെ എഴുന്നള്ളത്ത്. മാധവൻ ഇവിടെ വരുന്നത് ഞാൻ അറിഞ്ഞില്ലെന്നാണോ? മാധവനും കണാരനും ഞാനും ഒക്കെ ഒരേ കളരിയിലാണ് പഠിച്ചത്. കണാരന്റെ കമ്പനി സിംഗപ്പൂരിൽ കളിക്കാന്ന് കേട്ടു. എന്റെ തലയിലെഴുത്ത് ഇങ്ങനെയായിരിക്കും. നല്ല കാലം ഇനിയും വന്നുകൂടാന്നില്ലല്ലോ മാസ്റ്റർ. നാസിക്കിലെ കൊടുങ്കാറ്റിൽ കൂടാരം വീണതോടെ ഒക്കെ കഴിഞ്ഞു. പൊളിഞ്ഞ കമ്പനികൾ പലതും പിന്നെയും നന്നായിട്ടുണ്ടല്ലോ. വീണ്ടും പണം ഇറക്കാനുള്ള കോപ്പുണ്ടാവണം, സഹായിക്കാനുള്ള ആളുണ്ടാവണം. എന്റെ കൂടെ നിന്നാൽ നിങ്ങൾക്കും ഗതി കിട്ടില്ല. ഇവിടെ വന്ന് വെച്ചുണ്ടാക്കണോ പുറത്തുനിന്ന് വാങ്ങണോ? ഭേദപ്പെട്ട വിദ്യകളൊക്കെ നീ പഠിച്ചിട്ടുണ്ട്. ലക്ഷ്മിക്ക് ഒരു കമ്പനിയിലും ചേരാൻ പ്രയാസം ഉണ്ടാവില്ല. എനിക്ക് സന്തോഷമാണ്. എന്റെ മാത്രം കാര്യം ശരിയായതുകൊണ്ടായില്ലല്ലോ മാസ്റ്റർ. നാളെ പോണോ? എവിടേക്ക്? സ്ഥിരം ശമ്പളമുള്ള ഏതെങ്കിലും കമ്പനിയിൽ. മാധവനോട് ഞാൻ പറഞ്ഞാൽ തീവണ്ടിയിൽ വയറ്റത്തടിച്ച് പാടി നടക്കുമ്പോഴാ മാഷനെ വിളിച്ചത്. അന്ന് അതൊക്കെ പഴയ കഥ. പക്ഷേ എനിക്ക് മറക്കാനാവണ്ടേ മാസ്റ്റർ? ചിലപ്പോ 2 അണിയോ 3 അണിയോ കിട്ടും. ചെക്കിങ്ങുകാരുടെ അടിയും ചവിട്ടുമായിരിക്കും ചില ദിവസം സമ്പാദ്യം. സമ്പാദ്യം ഇപ്പൊ പഴയ നിലവാരത്തിലെത്തിയല്ലേ? മാഷ് കൂടെ വന്നപ്പോ ഞാനും ഒരു മനുഷ്യജീവിയാണെന്ന് എനിക്ക് തന്നെ തോന്നി. അത് ചെറിയ സമ്പാദ്യമൊന്നുമല്ലല്ലോ മാസ്റ്റർ. പക്ഷേ വഴിവകലെ കളിക്കാരെ ഒരുതരം പിച്ചക്കാരായിട്ടേ ആളുകൾ കാണും. അതുകൊണ്ട് ഓരോന്ന് ആലോചിക്കുക. മാഷ് പോണിടത്തൊക്കെ ഞങ്ങളും വരും. എങ്ങോട്ടാ എങ്ങോട്ടാ? പ്രൊപ്പറൈറ്ററെ ഒന്ന് കാണാനാണ്. ഇപ്പൊ തിരക്കാവും, ആരെയും വിടരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. തിരക്കൊഴിയുമ്പോ മതി. ഒന്ന് ചെന്ന് പേര് പറഞ്ഞാൽ ഞാൻ. ഗുരുക്കളെ, ഗുരുന്തനോ? അല്ല, ഗുരുക്കളിപ്പോ ഏത് നാട്ടിലാ? പലയിടത്തായി കഴിഞ്ഞു കൂടുന്നു. ട്രൂപ്പ് ഉണ്ടെന്നും പറയാ, ഇല്ലെന്നും പറയാ. എനിക്ക് പ്രൊപ്പറൈറ്റർ ഒന്ന് കാണണല്ലോ. അതിനെന്താ വരണം? ഗോവിന്ദേട്ടാ, ആവശ്യമില്ലാത്തവരകത്തേറ്റ് വിടരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. എടോ ഇതാരാണ് തനിക്കറിയോ? പണ്ടത്തെ കാലത്ത് പണ്ട് ആരായിരുന്നു എന്ന് പറഞ്ഞിട്ടൊക്കെ ഇപ്പോഴെന്താ കാര്യം? അല്ല, അത് ശരിയാ. അതും ഇവനോട്. ഗുരുക്കൾ വരണം. 1 മാസം കൂടെ കാണും. ഓഹോ, അപ്പോ
ഒഴിവുള്ളപ്പോഴൊക്കെ വരണം. എനി ടൈം. അതിനെന്താ, കാണാം. കുമാര, താനിവിടെ? ഇവിടെയാണ് ക്യാമ്പെന്ന് അറിഞ്ഞപ്പോ ഒന്ന് കാണാമെന്ന് കരുതി. വാ, അകത്തേക്ക് വാ. ആ മറാഠിക്ക് നക്കാപ്പിച്ച വിലക്കല്ലേ താനൊക്കെ വിറ്റത്? ഒന്നും എന്നെ അറിയിക്കാമായിരുന്നില്ലേ? എത്ര വേഗം സ്ഥലം വിടുന്നു അത്രയ്ക്ക് നഷ്ടം കുറയും. തുടങ്ങി 3-ാം ദിവസം കൊടുങ്കാറ്റ്, മഴ. 16 ദിവസം കളിയില്ലാതിരുന്നാൽ അതല്ലേ നമ്മുടെ ബിസിനസിന്റെ ശാപം. ശരിയാണ് താൻ പറഞ്ഞത്. ഒരു മടക്കാറ് കണ്ടാൽ ഉടനെ സർക്കസുകാരന്റെ ഉള്ളു കാണും. എന്നും പ്രോബ്ലം. എല്ലാം വിറ്റ് കൈയൊഴിച്ച് വീട്ടിൽ ചെന്ന് വെറുതെ ഇരുന്നാലോ എന്ന് എനിക്ക് ചിലപ്പോ തോന്നും. സ്വയരായിട്ടിരിക്കാനുള്ള സ്ഥിതി ദൈവം തന്നിട്ടുണ്ടല്ലോ. ലീസിന് കൊടുത്താലോ എന്നാലോചിച്ചു. മാധവിക്ക് ഇഷ്ടമല്ല. ഗോപിക്കാണെങ്കിൽ ഈ ലൈനിൽ അല്പം ഇൻട്രസ്റ്റ് ഉണ്ട്. അവൻ വലുതാവുമ്പോഴേക്കും ഈ കമ്പനി ഒന്ന് വലുതാക്കി അവനെ ഏൽപ്പിക്കണം. അമ്മാവൻ എത്ര കഷ്ടപ്പെട്ടാണ് കാശുണ്ടാക്കിയതെന്ന് മരുമകനും പഠിക്കട്ടെ. ഞങ്ങളുടെ കാര്യം എനിക്ക് വാസ്തവത്തിൽ ഇപ്പോൾ ആരെയും ആവശ്യമില്ല. കണക്ഷൻ പൊതുവെ മോശം എല്ലായിടത്തും. കുറച്ചാളുകളെ ഒഴിവാക്കണമെന്നാണ് മാനേജറുടെ അഭിപ്രായം. എന്റെ വയറ്റിപ്പോയപ്പോ എനിക്ക് പ്രശ്നമല്ല. പക്ഷേ എന്നെ ആശ്രയിച്ചു നിൽക്കുന്ന ആ കുട്ടികൾ എന്ത് ചെയ്യും? തന്റെ മുഖത്ത് നോക്കി പയ്യൻ എങ്ങനെ പറയും? വന്നോളൂ, നാളെ രാവിലെ. വലിയ ഉപകാരം. ഞാൻ വരട്ടെ. ആ പിന്നെ ഞാനും താനും ഒരുമിച്ചൊരു കളരിയിലുണ്ടായിരുന്നു. തനിക്ക് സ്വന്തമായി ഒരു കമ്പനിയും ഉണ്ടായിരുന്നു. അതൊക്കെ ശരിയാണ്. പക്ഷെ ഇവിടെ പറയാതെ എനിക്കറിയാം. ഞാൻ നിൽക്കേണ്ടിടത്തേ നിൽക്കൂ. താനായതുകൊണ്ട് മാത്രമാണ് ഞാനിതിൽ സമ്മതിച്ചത്. മാനേജർക്ക് ഇഷ്ടമാവുകയില്ല. ചെലവും ചിലർ ബാറ്ററി തരും. കമ്പനി ഒന്ന് ഭേദപ്പെടുമ്പോഴേ ശമ്പളക്കാരി ആലോചിക്കാൻ പറ്റും. ചോക്കറാ, മാനേജർ സാബ്ക്ക് ബുലാവും. ഇവക്ക് 35. ആ ഇവനെത്ര? 25. ഇവനെത്ര? 50. സാഹബ്, ഞാൻ പറഞ്ഞ കാര്യം എന്തോന്ന്? അഡ്വാൻസിൽ നോ അഡ്വാൻസ്. സാർ, ഒരു 50 ഉറുപ്പികൂടെ വേണം. അടുത്ത മാസം അഡ്ജസ്റ്റ് ചെയ്യാം. ഒന്ന് മാനേജറോട് പറയണം. തനിക്ക് ഏത് മാസത്തിലെ അഡ്ജസ്റ്റ്മെന്റ് ഇല്ലാത്തത്? പെങ്ങൾക്കൊരു ചെക്കപ്പിന് മെഡിക്കൽ കോളേജിൽ. തന്റെ വയ്യാനൊന്നും കേൾക്കാൻ എനിക്കിവിടെ നേരമില്ല. ശമ്പളം വാങ്ങിയില്ലേ? ഒന്ന് സ്ഥലം വഴിയിടും. സാർ, ഗെറ്റ് ഔട്ട്. ഒന്ന് പോകാൻ. ഇവൾക്ക് എന്തറിയാം? ഹൈവാര കളിക്കും. സിംഗിൾ വീലും ട്രപ്പീസും ലക്ഷ്മിക്ക് നല്ല പ്രാക്ടീസാണ്. ഇവനോ? കോമിക്കും ജഗലിങ്ങും കുറച്ച് ചില്ലറ മാജിക്കും അറിയും. നല്ല ക്ലൗണാ. എന്റെ ട്രൂപ്പിലാവുമ്പോ തുടങ്ങി. ഇതാ ഞാൻ പ്രൊപ്പറേറ്ററോട് പറഞ്ഞത്. കയറ്റിയാൽ പഴയ പ്രതാപത്തിന്റെ കഥ തുടങ്ങി. ആ മാഷേ, ഇവളുടെ ട്രെയിനിങ് എങ്ങനെയുണ്ടെന്ന് നോക്കൂ. ഇവറ്റകളെ എന്ത് ചെയ്യും? രണ്ടാളെയും കുറച്ചൊക്കെ ഞാൻ ട്രെയിൻ ചെയ്തിട്ടുണ്ട്. തെരുവിലെ കമ്പക്കുത്തൊന്നും പോരെ ഇവിടെ? പിള്ളേ, ബി ക്ലാസ് മെസ് ഏതെല്ലാം റൗട്ടിലെ ഒഴിവെന്ന് നോക്കി അഡ്ജസ്റ്റ് ചെയ്യും. പ്രൊപ്പറേറ്റർക്ക് പറയാൻ എളുപ്പം. ആളുകൾ വന്നാൽ സ്ഥലം വേണ്ടേ, ഡ്രസ് വേണ്ടേ? സാർ, എവിടെയായിരുന്നു ഇത്രയും നേരം? എനിക്ക് ടൗണിൽ പോകണം. നിങ്ങളുടെ സമയത്തിന് ശമ്പളം കൊണ്ട് കാത്തിരിക്കാൻ എനിക്ക് സമയമില്ല.